ഇപ്പം ഇപ്പം ഈ ഒരു മൂവിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ട്രെയിലർ ആണെങ്കിലും എല്ലാത്തൊന്നും നമുക്ക് കാണുന്നൊരു കാര്യമാണ്. അതായത് ഷെയ്ൻ ചെയ്യുന്ന കഥാപാത്രം, അതായത് വിജയ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ആദ്യമായിട്ടൊരു പോസ്റ്റിംഗ് കിട്ടിയിട്ട് ഒരു സ്റ്റേഷനിലേക്ക് വരുന്ന അവിടുന്ന് അങ്ങോട്ടുള്ള ആള് അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. മാർട്ടിൻ ചേട്ടനാണെങ്കിൽ ജിത്തു സാറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും പടങ്ങൾ. അപ്പം ഇങ്ങനൊരു പടം വെച്ച് ഡെബ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ജിത്തു സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണോ ഈ ഒരു ജോണർ തിരഞ്ഞെടുത്തത്? അല്ല, ഞാൻ ആക്ച്വലി ത്രില്ലർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റോറി വെച്ച് തുടങ്ങണം എന്ന് ഉദ്ദേശിച്ച ആളല്ല. ഇത് നല്ലൊരു കഥ വന്നപ്പോൾ എനിക്കിത് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന സിനിമ വെച്ച് തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വെച്ച് തുടങ്ങുള്ളൂ, അങ്ങനെ ശബ്ദമെടുത്ത മനസ്സൊന്നും അല്ല. ഒരു നല്ല കഥ വന്നു, അങ്ങനെ ഇതിലേക്ക് കയറി. അപ്പോൾ ഇത് ഫസ്റ്റ് ജിത്തു സാറിനോടൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പം ഇങ്ങനെ ഒരു മൂവിയുടെ ഒരു ഐഡിയ എന്തെങ്കിലും വന്നപ്പോൾ സ്ക്രിപ്റ്റിന്റെ കാര്യം സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ്? ഇതിന്റെ റൈറ്റേഴ്സ് ജോമോലിൻഡോ എന്നോട് ഇങ്ങനെ ഐഡിയ പറഞ്ഞപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നമുക്കിത് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നത് വർക്ക് ചെയ്തിട്ട് ഒരു ഡ്രാഫ്റ്റായിട്ട് ഞാൻ സാറിന് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. സാർ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, സാർ ഒന്ന് വായിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ അത് ഒരു 2-3 ദിവസങ്ങളിൽ വായിച്ചിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സാറിൻ്റെ മൊത്തം എക്സൈറ്റ്മെൻറ്റ്, എടാ ഇതിലൊരു സാധനമുണ്ട്, നമുക്കിത് പിടിക്കാം. അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പരിപാടി ഗ്രാജുവലി ഡെവലപ്പായി ഇപ്പം ഇന്ന് ഇവിടം വരെ എത്തി.